ഓം ശാന്തി. ഈശ്വരൻ എന്നതായിരിക്കുന്നൊരു സഹായി കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് മറ്റാരുടെയും നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം, ഭഗവാനെ സ്നേഹിക്കുകയും ഭഗവാൻ എൻ്റെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആത്മാക്കളുടെ ഏറ്റവും വലിയ വിശേഷത ഞാൻ കണ്ടിരിക്കുന്നത് അവർ ഈ ലോകത്ത് മുഴുവൻ സ്നേഹിക്കുന്നവരായിരിക്കും. കാരണം സിമ്പിളല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, അയാൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയുണ്ടോ അവരുടെ ഫാമിലിയാണോ അവരോടൊക്കെ നമുക്കും ഇഷ്ടമായിരിക്കും. ഇതെൻ്റെ എൻ്റെ ഇന്ന ആളുടെ ഫ്രണ്ടാ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാ, എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാ, എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടുകാരാ. നമ്മളെപ്പോഴും എൻ്റെ എന്ന ലിസ്റ്റിൽ ആരെയൊക്കെ പെടുത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ റിലേഷൻസ് ആവട്ടെ, അവരുടെ കാര്യങ്ങളാവട്ടെ, എല്ലാത്തിനോടും നമുക്കിഷ്ടം സ്വാഭാവികമാണ്. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെയും നമ്മൾ സ്നേഹിക്കുമല്ലോ. അതുപോലെ ഭഗവാനെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ എല്ലാവരും അവർക്ക് സ്വന്തമായിരിക്കും, എല്ലാവരോടും അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കും. ഈ ലോകത്തിന് നന്മയെ അവർ അറിയാതെ ചിന്തിച്ചു പോകും. കാരണം ഭഗവാൻ ഈ സ്നേഹസാഗരനാണ്, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ആളാണ്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ക്രിസ്ത്യൻ ധർമ്മം, സിഖ് ധർമ്മം, ഇസ്ലാം ധർമ്മം, പാഴ്സി, എന്തെല്ലാമോ ധർമ്മങ്ങളുണ്ട്. എല്ലാ ധർമ്മങ്ങളും പറയുന്ന, ധർമ്മപിതാക്കന്മാരെല്ലാം പറയുന്ന ഒരു പൊതു സത്യമുണ്ട്. ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ് ക്രൈസ്റ്റ് പറഞ്ഞത്. ഗുരുനാനാക്ക് പറഞ്ഞത് സത്യത്തോങ്കാര നിരാകാര സ്വരൂപം എന്നാണ്. സത്യവും ചൈതന്യവുമായിരിക്കുന്ന നിരാകാരിയാണ് ഭഗവാന്റെ രൂപം എന്നാണ്. നൂറെ ഇലാഹി എന്ന് ഇസ്ലാം ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നു. നൂർ എന്ന് വെച്ച പ്രകാശം, അല്ലാഹു പ്രകാശമാണ്. അതുപോലെ ഹിന്ദു ധർമ്മത്തിൽ 33 ദേവീ ദേവന്മാരെ പൂജിക്കുമ്പോഴും ദേവാദിദേവനായി പറയുന്നത് പരമേശ്വരനെയാണ്. ശിവൻ, പരമേശ്വരൻ. മംഗളകാരി എന്നർത്ഥത്തിൽ അല്ലാഹ് എന്ന് പറഞ്ഞാലും മംഗളകാരി, യഹോവ എന്ന് പറഞ്ഞാലും മംഗളകാരി, ശിവൻ എന്ന് പറഞ്ഞാലും മംഗളകാരി. എല്ലാ ധർമ്മങ്ങൾക്കും ആധാരമായിരിക്കുന്ന പരബ്രഹ്മമായ പരമജ്യോതി. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഭഗവാനൊന്നുമില്ല, ആകെ ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. ആ നിരാകാരിയായിരിക്കുന്ന ഭഗവാൻ, പ്രകാശസ്വരൂപിയായ ഭഗവാൻ, ജ്യോതിർബിന്ദു സ്വരൂപനായ ഭഗവാൻ, പക്ഷേ ബഹുരൂപിയാണ്. ഇവിടെയാണ് നമുക്ക് വൈചിത്ര്യം തോന്നുക. രൂപത്തിൽ നിരാകാരി എങ്ങനെ ബഹുരൂപിയാകും? ആ ഒരു വലിയൊരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സപ്പോസ് ഒരാൾക്കൊരു ദേഹം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ദേഹം ഒരുപക്ഷെ സ്ത്രീയുടെ ആവാം, അല്ലെങ്കിൽ പുരുഷൻ്റെ ആവാം. ഒരു ലിമിറ്റഡ് ആയിരിക്കുന്ന ബന്ധം മാത്രമേ ഒരു ദേഹത്തിലൂടെ ഈശ്വരന് തരാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഭഗവാൻ നിരാകാരിക്ക് നിങ്ങളുടെ അച്ഛനായിട്ട് വേണമെങ്കിൽ ചേരാം. നിങ്ങൾക്ക് എപ്പോഴാണോ അച്ഛൻ്റെ സഹായം വേണ്ടി വരുന്നത്, അച്ഛൻ്റെ രൂപത്തിൽ ഭഗവാനോട് സംസാരിച്ചു നോക്കിയേ. അതേ അച്ഛൻ തന്നെ നിങ്ങൾക്കൊരു പുത്രൻ്റെ സഹായം ആവശ്യം വേണോ, ഒരു പുത്രനായിട്ട് ഭഗവാനോട് പറഞ്ഞു നോക്കിയേ. എത്ര അമ്മമാരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയോ? ഒരു മാതാജിയുടെ അനുഭവം ഇന്ന് ഞാൻ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുകയാണ്. മക്കൾ ഇല്ലാത്തൊരമ്മ എപ്പോഴാണോ ഭഗവാന്റെ ജ്ഞാനം കിട്ടി ക്ലാസ്സിന് വരാൻ തുടങ്ങിയത്, ആ സമയത്ത് എൻ്റെ ഭഗവാൻ എൻ്റെ പുത്രനാണ് എന്ന് ചിന്തിച്ചു. ശിവനെ ശിവബാബ എന്ന് ഞങ്ങൾ വിളിക്കും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ. ബാബ മീൻസ് അച്ഛൻ. അച്ഛൻ, ശിവൻ നമുക്ക് അച്ഛനാണ്, അമ്മയാണ്, സ്വാമി സഖമൊക്കെ പാടാറുണ്ടല്ലോ നമ്മൾ. ഹൃദയം കൊണ്ട് മാനിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനായ ശിവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ശിവബാബ എന്ന് വിളിക്കും. പക്ഷേ മക്കളില്ലാത്ത ആ അമ്മ ബാബു എന്നാണ് വിളിച്ചത്. ശിവബാബു കർണാടക നാട്ടിലൊരു അമ്മയായിരുന്നു. അപ്പോൾ മോനെ എന്ന് വിളിക്കുന്നതിന് പകരം ഭഗവാനെ സ്വന്തം പുത്രനായിക്കൊണ്ട് ശിവബാബു എന്ന് വിളിക്കുമായിരുന്നു. ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശിവബാബു നമുക്ക് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആഹാരം കഴിപ്പിക്കുമായിരുന്നു. കുളിക്കാൻ പോകുമ്പോൾ ശിവബാബു നമുക്ക് കുളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൂടെ തൻ്റെ പുത്രനെ കുളിപ്പിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ കുളിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആനന്ദിച്ച് ഭഗവാന്റെ കൂടെ ജീവിക്കുന്ന അമ്മ ഒരു ദിവസം പനി വന്നുപോയി. ഒറ്റയ്ക്കേ ഉള്ളൂ. ഭയങ്കര തണുപ്പുള്ള സമയമാണ്, കർണാടകത്തിലെ മഞ്ഞ് സീസൺ. ആ തണുത്ത വെള്ളത്തിൽ പോയിട്ട് കുളിക്കാൻ വയ്യ. ഒരാളെടുത്ത് മോനെ ഒന്നും അല്ലെങ്കിൽ മോളെ ഒത്തിരി വെള്ളം ചൂടാക്കി കൊണ്ടുതാന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ വിളിച്ചു പറഞ്ഞു, ശിവബാബു ഒന്ന് വെള്ളം ചൂടാക്കി കൊണ്ടേക്ക് മോനെ എന്ന് പറഞ്ഞു. എന്ന് കരുതിയിട്ട് ഭഗവാൻ ശരീരത്തിൽ വന്ന ഒരാളായി വന്ന് വെള്ളം ചൂടാക്കി കൊണ്ടുവച്ചതൊന്നുമില്ല. പക്ഷേ അന്ന് അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം വെള്ളം ചൂടാക്കി കൊണ്ടുവച്ചു എന്നുള്ളതായിട്ടുള്ള വിശ്വാസത്തോടെ അവിടെ പോയി ആ വെള്ളം കൊണ്ട് കുളിച്ചു. ആ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് തൻ്റെ അനുഭവം പറയുകയാണ്. ആ വെള്ളം മേലൊഴിക്കുമ്പോൾ, മഞ്ഞ് സീസണാണ്, ഡിസംബർ സമയമാണ്, തണുത്ത വെള്ളം മേലൊഴിച്ച സാധാരണഗതിയിലെ തണുത്ത് വിറയ്ക്കും, പനിയും കൂടിയാകുമ്പോൾ പറയാനില്ലല്ലോ. പക്ഷേ ഈ വെള്ളം മേലൊഴിക്കുമ്പോൾ
ചുടുവെള്ളം ശരീരത്തിൽ വീഴുന്നതായിട്ടുള്ള ഫീലാണ് കിട്ടിയത്. തണുത്ത വെള്ളം മേൽ തൊട്ടതിൻ്റെ അനുഭവമേ ഉണ്ടായിട്ടില്ല. സ്വസ്ഥമായിട്ട് കുളിച്ച് സന്തോഷമായിട്ട് വന്നിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ നീ എനിക്ക് എന്നും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് പൂർണ്ണമായി എന്ന് പറയുന്നത്. ഇതുപോലെ അച്ഛൻ്റെ അനുഭവം, അമ്മയുടെ അനുഭവം, മകൻ്റെ അനുഭവം, ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഭവം വേണ്ടത്, ഈ സമയത്ത് എനിക്ക് ഏത് റിലേഷനാണോ ആവശ്യം, ആ സമയത്ത് ആ രൂപത്തിൽ നിങ്ങൾ ഭഗവാനെ കാണൂ. അഥവാ പതിയില്ലാതിരിക്കുന്ന ഭർത്താവ് മരിച്ചുപോയ ഭാര്യമാർ എൻ്റെ അടുത്ത് കരഞ്ഞു പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, പതികളുടെയും പതിയാണ് പരമേശ്വരൻ. ആ പരമേശ്വരനായ ഭഗവാൻ നിങ്ങളുടെ പതിയാണ്, കൂടെയുണ്ട് എന്ന് സങ്കല്പിച്ച് ജീവിക്കാൻ നോക്ക്. ആ നിമിഷം തൊട്ട് ഭർത്താവ് കൂടെയുള്ള സമയത്ത് എത്ര സപ്പോർട്ടുണ്ടോ അതിനേക്കാൾ ഡബിൾ സ്ട്രെങ്ത്തിൽ തൻ്റെ ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഈശ്വരന് ശരീരമില്ല, നിരാകാരിയാണ്, ജ്യോതിസ്വരൂപനാണ്, പരംധാമ നിവാസിയായിരിക്കുന്ന പരബ്രഹ്മമാണ് പരമാത്മ. ആ ജ്യോതിസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ രൂപം ജ്യോതിയായതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് രൂപത്തിൽ ഭഗവാനെ കാണുന്നോ ആ രൂപത്തിൽ ആ അനുഭവം ഭഗവാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. കൂട്ടുകാരനായിട്ട് വേണോ സംസാരിച്ചോളൂ, അതല്ല നിങ്ങൾക്കൊരു അനിയത്തിയായിട്ട് വേണോ അനിയത്തിയായിട്ട് കണ്ടോളൂ, ആ രൂപത്തിലും ഭഗവാൻ നമുക്ക് ആ സ്നേഹം തരും. ഈവൻ നിങ്ങൾക്കൊരു കുഞ്ഞില്ല, ഒരു കുഞ്ഞായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനൊരു ബായി എന്നോട് പറഞ്ഞത് ഓർമ്മിക്കും. മക്കളില്ലാത്തൊരച്ഛൻ ഒരു ദിവസം മനസ്സിൽ വിചാരിച്ചു ഭഗവാൻ എൻ്റെ പുത്രനാണ്. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ഒരു വിചാരം വന്നു, എൻ്റെ അടുത്തൊരു കുഞ്ഞായിട്ട് നീ ഉണ്ടെങ്കിൽ എൻ്റെ ബാബ നീ ഒരു കുഞ്ഞായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന അനുഭവം എനിക്ക് തരണ്ടേ എന്ന്. അവർ പറയുകയാണ്, ഒരു സീറ്റിലിരുന്ന് യാത്ര തുടങ്ങിയപ്പോൾ ഒരു അമ്മ കുഞ്ഞിനെടുത്ത് വന്നു. കുഞ്ഞിനെടുത്ത് വന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വേണ്ട വേണ്ട എനിക്ക് ഇരിക്കണ്ട, കുറച്ച് സമയം ഈ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചാൽ മതി എന്നൊന്ന് മടിയിലിരുത്തി. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്ന് വരാൻ സമ്മതിക്കില്ല, ഇരുന്നാൽ തന്നെ സ്വസ്ഥമായിട്ടിരിക്കില്ല. പക്ഷേ ആ നിമിഷത്തിൽ മടിയിലിരുന്ന് ഒരു മണിക്കൂറോളമുള്ളതായിട്ടുള്ള യാത്ര, അത്രയും സമയം തൊട്ടടുത്ത് വേറൊരു സീറ്റ് കിട്ടിയ ആ അമ്മ മോനെ വിളിച്ചപ്പോൾ ഈ കുഞ്ഞ് പോകാൻ കൂട്ടാക്കുന്നില്ല, ഇയാളെ പറ്റി പിടിച്ചിരിക്കുക. അങ്ങനെ ഇരുന്ന് ഒരു മണിക്കൂർ സമയം സ്വന്തം കുഞ്ഞ് മടിയിലിരിക്കുന്ന ആനന്ദം അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്തു. അപ്പോൾ പറഞ്ഞു, ബാബ നീ മോനായിട്ട് എനിക്കിങ്ങനെ തന്നെ ഒരു കുട്ടി കയ്യിലുള്ള ശരിക്കുള്ള അനുഭവം എനിക്ക് തരികയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഞാൻ ആസ്വദിച്ചു. ബാബ എൻ്റെ മോനായിട്ട് എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മിക്കും. അപ്പോൾ ജീവിതത്തിൽ ഭഗവാൻ എന്നതായിരിക്കുന്നൊരു ശക്തി രൂപത്തിൽ നിരാകാരിയാണ്, പക്ഷേ അനുഭവത്തിൽ ബഹുരൂപിയാണ്. നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ നിമിഷത്തിലും ഭഗവാന്റെ സാന്നിധ്യവും സാമീപ്യവും ആ ഒരു സപ്പോർട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം അറിയൂ, ഭഗവാനെ അറിയൂ, മെഡിറ്റേഷൻ പഠിക്കൂ. പറ്റുമെങ്കിൽ അടുത്തുള്ള സെൻറ്ററിൽ പോയിക്കൊണ്ട് ഡയറക്റ്റ് ഭഗവാനുമായിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യൂ. എന്നാൽ ജീവിതം ഇത്ര സുഖം ഇല്ലാത്ത ആരും നമുക്കില്ല, ഇല്ലാത്ത സാധനങ്ങളൊന്നും നമുക്കില്ല. ഈ ലോകം മുഴുവൻ നമ്മുടെ, ലോകത്തിലെല്ലാവരും നമ്മുടെ ആ സുഖകരമായിരിക്കുന്ന ജീവിതം നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ പരംപിത പരമാത്മാവായ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.